പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു പുതിയ വർഷത്തിൽ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സന്തോഷത്തോടെ ഈ പുതുവർഷത്തിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. മാത്രമല്ല ദൈവം അങ്ങനെ അതിശയങ്ങൾ ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് നല്ലത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. വേഗത്തിൽ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാമല്ലോ. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിച്ചു തുടങ്ങുകയാണ്. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. അതേ പ്രിയമുള്ളവരെ, ഏവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും പരിചയമുണ്ട്. എല്ലാവരും മെസ്സേജുകളൊക്കെ കേൾക്കുന്നവരാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഇറക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഇവിടെ ഒരു നിർബന്ധം കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ആത്മാവ് തന്നെ എന്ത് ചെയ്യണം? യേശു കർത്താവിനെ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിഞ്ഞത്. യേശു കർത്താവിനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മരുഭൂമിയിലേക്ക് പോകാൻ ആത്മാവ് നിർബന്ധിക്കുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇങ്ങനെ മരുഭൂമി പോലുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ നടത്താൻ ദൈവത്തിന് ഇഷ്ടമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവാത്മാവ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്തൊരു ചിന്താഗതി വന്നില്ല എന്നില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ദൈവത്തിൻ്റെ നിയോഗത്തിനകത്ത് നിൽക്കാൻ തയ്യാറാകുന്ന എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മരുഭൂമി പോലെയുള്ള അനുഭവത്തിനകത്തേക്ക് നാം കയറി ഇറങ്ങേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉള്ളതാണ്. പക്ഷെ അവിടെ നാം എങ്ങനെ അതിനെ അതിജീവിക്കുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ നാം മരുഭൂമിയെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗഗനകരമായിട്ടുള്ള ഗൗരവമേറിയ ഒരു വിഷയമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഞാനിങ്ങനെ പറയുന്ന മരുഭൂമിയിലേക്ക് പോകാൻ അവനെ നിർബന്ധിച്ചു എന്നാണ് വാക്യം കിടക്കുന്നത്. മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അപ്പോൾ ആത്മാവ് നിർബന്ധിച്ച് നിർജ്ജനമായിട്ടുള്ള മരുഭൂമി പോലെയുള്ള അനുഭവത്തിനകത്തേക്ക് കയറ്റി വിടുകയാണ്. ഇവിടെ ഒരു വലിയ ദൈവിക പദ്ധതി വെളിപ്പെടുത്താനാണ് ഈ ഒരു അനുഭവത്തിലേക്ക് ആത്മാവ് കയറ്റുന്നത്. നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു വരുന്ന ഒരു മരുഭൂമിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കറക്റ്റ് ഗൈഡൻസിനകത്ത് പോകുമ്പോഴും നമുക്ക് മരുഭൂമി പോലെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് ആലോചന കേട്ടു പോകുമ്പോഴും നമുക്കറിയാം, ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്ര പോകാൻ അവരെ യേശു കർത്താവ് നിർബന്ധിക്കുന്നുണ്ട്. നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചയക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ശിഷ്യന്മാർക്ക് കുറച്ചങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കാറ്റും തീരുമാനവും എല്ലാം എഗനിസ്റ്റാകുകയാണ്. ഒന്ന് ഉറച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള അന്തരീക്ഷങ്ങൾ അവിടെ രൂപപ്പെടുകയാണ്. എന്നാൽ അത് ദൈവശബ്ദം കേട്ടതാണ്. നമുക്ക് നന്നായിട്ടറിയാം, ദൈവശബ്ദത്തിന് പിന്നിലാണ് ഇവരിങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറാകുന്നതെന്ന് അറിയാം. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ യാത്രയെ തടയുന്ന സിറ്റുവേഷൻ രൂപപ്പെടുകയാണ്. പക്ഷേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ കർത്താവ് അവൈലബിൾ ആണ്. കർത്താവ് ഇറങ്ങി വരികയാണ്, അവർക്ക് വേണ്ടി നടന്നു വരികയാണ്. അവരുടെ ജീവിതത്തിനകത്ത് അവർ ഭാരപ്പെട്ട ഏത് വിഷയമാണോ അതിനെ തന്നെ കർത്താവ് ഫോക്കസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുകയാണ്? മാറ്റുകയാണ്. അന്തരീക്ഷത്തെ അവരുടെ ജീവിതത്തിനകത്ത് യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റുകയാണ് എന്നതുപോലെ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നാം മുൻപോട്ട് ചുവടുകൾ എടുത്തു വയ്ക്കുമ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ പറയുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അപ്പം മരുഭൂമി ഒറ്റപ്പെടുന്ന സ്ഥലമാണ്, ഏകാന്തതയുള്ള സ്ഥലമാണ്. അവിടെ നമുക്കൊന്നും എക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒന്നും നമുക്ക് നേരത്തെ കൂട്ടി തീരുമാനിക്കാൻ കഴിയാത്തൊരിടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അവിടേക്ക് യേശു കർത്താവ് കടന്നു പോവുകയാണ്. മാത്രമല്ല നമുക്കിവിടെ അതിനുശേഷം വായിക്കുവാനായിട്ട് കഴിയുന്നത് എന്താണെന്നറിയാമോ? സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സാത്താൻ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ പറയുന്നു, അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ കാട്ടുമൃഗങ്ങളോട് കൂടെ 40 ദിവസമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മരുഭൂമിക്കകത്ത് ഒരു ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷനെയാണ് യേശു കർത്താവ് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ അതിനുശേഷം
നമ്മൾ വായിക്കുന്നു, ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. ദൂതന്മാർ യേശു കർത്താവിനെ ശുശ്രൂഷിച്ചു പോന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഞാനും നിങ്ങളും ഒക്കെ പോകുന്ന ഏകാന്തതയുടെ ഒറ്റപ്പെടേണ്ട സിറ്റുവേഷൻ്റെ നടുവിൽ നമുക്ക് ദൈവ സാന്നിധ്യം അവൈലബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർ ആ സിറ്റുവേഷനെ ജയിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആലോചനകളെ നമ്മുടെ ജീവിതത്തിനകത്ത് നൽകി തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ നമ്മൾ അതാണ് കാണുന്നത്. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ ഹെൽപ്പല്ല ഉണ്ടായത്, ദൂതന്മാർ സഹായിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ അകത്തൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ പറയുന്നു, ദൂതന്മാർ നിങ്ങൾക്ക് അടുത്തുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമേറിയ ദൈവികമായ നടത്തിപ്പ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അധൈര്യപ്പെടാതെ ധൈര്യത്തോടു കൂടി തന്നെ ഇന്നത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുക. നാളുകളിൽ കർത്താവ് നിങ്ങളെ ജയത്തോടെ പുറത്തു കൊണ്ടുവരും. മരുഭൂമി വിട്ട് പിന്നീട് പറയുകയാണ്, അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങി ചെന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ മരുഭൂമിയെ ജയിച്ചു കഴിഞ്ഞ കർത്താവ് ഭയങ്കര വിജയത്തോടു കൂടി തന്നെയാണ് സാത്താനെ അമ്മ തോൽപ്പിച്ച് അതിനകത്ത് ഭയങ്കര വിജയത്തോടെ അമ്മ പുറത്തു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ നടുവിൽ നമ്മൾ അധികാരത്തോടെ നിന്ന് ആത്മമണ്ഡലത്തിൽ ജയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേർ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ജയിക്കണമെന്ന് ആമേൻ പ്രാർത്ഥനയുണ്ട്? ദൈവം അങ്ങനെയുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ മരുഭൂമി പോലുള്ള അനുഭവത്തിനകത്ത് തുടരുന്നുണ്ട്? അവർ 2026 ദൈവം ജയത്തോടെ പുറത്തു കൊണ്ടുവരുന്ന വർഷമാണ്. ആമേൻ, നിങ്ങൾ ജയിച്ചു പുറത്തു വരും. അതെ, വിശ്വസിക്കുക. ദൈവം അങ്ങനെ തന്നെ കാര്യങ്ങൾ നമ്മുടെ മേൽ കൈമാറുകയാണ്. ആമേൻ, സ്വർഗം അങ്ങനെ കാര്യങ്ങളിലേക്ക് നമ്മെ നടത്തട്ടെ. ഈ വർഷം ആ തലത്തിൽ മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.